തിരുവനന്തപുരം മണ്ണന്തലയിൽ സഹോദരൻ സഹോദരിയെ അടിച്ചുകൊന്നു. പോത്തൻകോട് പന്തലക്കോട് സ്വദേശിനി ഷഹീനയാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ ഷംഷാദിനെ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ മാസം 14 ചികിത്സയുടെ ഭാഗമായാണ് മണ്ണന്തലയിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത്. ഷംഷാദിന്റെ സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാടുണ്ട്. കമലേഷ്, സഹോദരനാണ് സഹോദരിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ എന്ത് ചികിത്സയുടെ ഭാഗമായാണ് ഈ മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത്? എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? വർഷ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ മാസം 14-ാം തീയതിയാണ് ഈ ഷംഷാദ് അതുപോലെ തന്നെ സഹോദരി ഷഹീന എന്നിവർ ഈ മണ്ണന്തലയിലെ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുക്കുന്നത്. 14-ാം തീയതി ഒരു ദിവസത്തേക്ക് മാത്രം എന്ന് പറഞ്ഞാണ് ഈ ഫ്ലാറ്റ് വാടകയ്ക്കെടുക്കുന്നത്. എന്നാൽ പിന്നീട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് ഉടമയോട് ആവശ്യപ്പെടുകയും ഈ മാസം 24-ാം തീയതി വരെ അവർ അവിടെ വാടകയ്ക്കെടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒരു ഉച്ചയ്ക്ക് 2:30 ഈ ഷംഷാദിൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള വിശാഖ് ഇവിടെ എത്തുകയുണ്ടായി. പിന്നാലെ 5:30 ഏതാണ്ട് ആ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഷഹീനയുടെ മാതാപിതാക്കൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ ഷഹീനയെ ഈ ഫ്ലാറ്റിലെ കട്ടിലിന് താഴെ കിടക്കുന്ന നിലയിലാണ് ആദ്യം കണ്ടെത്തിയത്. ഇവർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തുകയും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരിച്ചതായി സ്ഥിരീകരിക്കുന്നത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഇതേ ഫ്ലാറ്റിലെ തൊട്ടടുത്ത മുറിയിൽ ഈ ഷംഷാദും സുഹൃത്ത് വിശാഖും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെ അപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ ആണ് പ്രതികൾ ഉണ്ടായിരുന്നത്. അവരെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പേരൂർക്കട സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയത്തിനകം അവരെ തിരികെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എത്തിക്കും. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നിൽ പ്രധാനപ്പെട്ട ചില സംശയങ്ങളുള്ളത്, ഇവർ പോത്തൻകോട് പന്തലക്കോട്ട് സ്വദേശികളാണ്. ഈ ഷംഷാദും അതുപോലെ തന്നെ സഹോദരി ഷഹീനയും ഇവരുടെ വീട്ടിൽ നിന്നും പോകാവുന്ന അല്ലെങ്കിൽ അടുത്ത് തന്നെയാണ് ഈ PMS ഡെന്റൽ കോളേജ് ആശുപത്രി എന്ന് പറയുന്നത്. അവരുടെ പല്ല് സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇവിടെ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ പോയി വരാവുന്ന ദൂരമാണ് ഈ ആശുപത്രിയിലേക്കുള്ളത്. അങ്ങനെയെങ്കിൽ എന്തിന് തൊട്ടടുത്ത് ഒരു വാടകയ്ക്കൊരു ഫ്ലാറ്റ് എടുക്കുന്നു എന്ന ഒരു സംശയം സ്വാഭാവികമായും പോലീസിന് മുന്നിലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഈ രണ്ടുപേരെയും ഈ വിശാഖ് ഷംഷാദിന്റെ സുഹൃത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പങ്ക് വിശാഖിനുണ്ടോ, എന്തിനാണ് ഈ ഫ്ലാറ്റിലേക്ക് വിശാഖ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, വൈകുന്നേരം മാതാപിതാക്കൾ എത്തിയപ്പോൾ ഈ ഷഹീന കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. അപ്പോൾ അതിലടക്കം ഇനി എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്, അല്ലേ? വർഷ, തീർച്ചയായും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കട്ടിലിന് താഴെ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയെങ്കിലും അതോടൊപ്പം തന്നെ ഇവരുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൂടിയാണ് ഇതൊരു കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് പോലീസിനെ കൊണ്ടുപോകുന്നത്. ഏതായാലും എങ്ങനെ, എന്തുകൊണ്ട്, എന്തിന് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത പോലീസിന് ഇനിയും കൈവരേണ്ടതുണ്ട്. വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഒരു പക്ഷേ ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കയ്യാങ്കളി നടക്കുകയോ ഒരു മർദ്ദനം നടക്കുകയോ ചെയ്തതിന് ശേഷം ഈ ഷംഷാദിനുൾപ്പെടെ ഇതിൽ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയം തോന്നിയതിനാലാകണം ഒരു പക്ഷേ സുഹൃത്തായ വിശാഖിനെ ഈ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തിയത്. 2:30 കൂടിയാണ് വിശാഖ് വരുന്നത്. പക്ഷേ അതിനുശേഷവും ഇവർ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഈ മാതാപിതാക്കളൊക്കെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഈ ഷഹീനയെ ഇവിടെ കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ ഇതേ ഫ്ലാറ്റിലെ തൊട്ടടുത്ത മുറിയിൽ ഈ ഷംഷാദും സുഹൃത്ത് വിശാഖും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. മണ്ണന്തല പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. നിലവിലിപ്പോൾ ഇവരെ വൈദ്യപരിശോധന നടത്തുന്നതിന് വേണ്ടി ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ഷംഷാദിനെയും വിശാഖിനെയും പേരൂർക്കട സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയത്തിനകം അവരെ തിരിച്ചെത്തിക്കും. വർഷ.